നല്ല കോമഡി പടമായിരുന്നു. 2.5 മണിക്കൂർ ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. നല്ല അങ്ങനെ റൊമാൻസ് ടൈപ്പ് ഒന്നുമില്ല. ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ കോമഡി മൂവി, ചിരിക്കാൻ ആഗ്രഹമാണ്. നല്ല പടമാണ്. കോമഡി വാച്ച് മൂവി, നല്ല മൂവിയായിരുന്നു. എല്ലാ സീനെല്ലാം അടിപൊളിയാണ്. നല്ല സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യുന്നു. പിള്ളേർക്കായാലും ഫാമിലിക്കായാലും പോയി കാണാം. ബെറ്റർ മൂവി, കോമഡി മൂവി. നല്ല പടം, നല്ല ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡി, ഫൈറ്റ് കാര്യങ്ങളെല്ലാം എല്ലാവരെയും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കലാഭവൻ ഷാജോണായാലും എല്ലാവരെയും ആരും വേസ്റ്റ് എന്ന് പറയില്ല. നമുക്കെന്താ ഫുൾ ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻ്റർടൈൻമെൻറ്റ് കാണാൻ പറ്റിയ ഒരു പടം അടിപൊളിയാണ്. നല്ല എൻജോയ് ചെയ്ത് കണ്ട്. പിന്നെ എല്ലാവരും ഒന്നിച്ച് നല്ല മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി പടമാണ്. നല്ല എൻജോയ് ചെയ്ത് നല്ല മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നല്ല പടമാണ്. നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളും അതിൻ്റെ പോകുന്ന രീതിയും എല്ലാവരും നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും അഭിനയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ടൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള അത്യാവശ്യം 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കിട്ടിയ റോളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ തോന്നിയത് അർജുൻ അശോകൻ മഹിമ ആ കോംബോ എങ്ങനെയുണ്ടാണ്? വർക്കാവും എല്ലാവർക്കും? അത്യാവശ്യം നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റൊമാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? റൊമാൻസ് എന്ന് പറയാൻ ഭയങ്കര എടുത്തു പറയാനൊന്നുമില്ല. പക്ഷെ എന്തായാലും അത് ഓരോരുത്തർ ഏതൊക്കെ രീതിയിൽ കണക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരെ വ്യൂ മാറ്റാനായിരിക്കുമല്ലോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പടം കണ്ടിരിക്കാൻ നല്ല കോമഡിയും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളൊരു പടം തന്നെയാണ്.